ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ വിശേഷങ്ങളാണ്. ഒപ്പം അതിൽ കുക്കിംഗ് ഉണ്ടാവും, പിന്നെ ഞങ്ങളുടെ അടി ഇടി പിടിയൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ എണിച്ച വശം എൻ്റെ ഏറ്റവും ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ അങ്ങോട്ട് ശല്യം ചെയ്തു. പിന്നെ എൻ്റെ വെയിറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ തലയിടിച്ച് വീണില്ല. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അപ്പോൾ സൺഡേ ആയ ദിവസം സൺഡേ മിക്കവാറും ചിക്കൻ ബീഫ് ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, കുഴിമന്തി അങ്ങനെ എന്തെങ്കിലും പറ്റുള്ളൂ കേട്ടോ എൻ്റെ ചേട്ടായിക്ക്. അപ്പോൾ ചേട്ടായിക്ക് സാധാ ചോറ് വെക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്തത് ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുന്നത് ഞായറാഴ്ച ദിവസത്താണ്. അപ്പോൾ ചിക്കനോ മട്ടനല്ല ബീഫ്, മട്ടൻ ഞാൻ കഴിക്കില്ല, അപ്പം മട്ടൻ വാങ്ങാറില്ല. അപ്പോൾ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചപ്പാത്തി വേസ്റ്റ് ആവുമെന്ന് അറിയില്ല. സാധാരണ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞായറാഴ്ച ദിവസം ഉണ്ടാക്കുകയാണ് നല്ലത്. കാരണം ബിരിയാണി ആയ കാരണം ഞങ്ങൾ ചിലപ്പോൾ നേരത്തെ കഴിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ കഴിക്കില്ല, ചിലപ്പോൾ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവും നല്ലത്. ഇത് ചപ്പാത്തി വേസ്റ്റ് ആവുമെന്ന് അറിയില്ല. പിന്നെ ചിക്കനോ ബീഫ് എന്തായാലും രാത്രി കൂട്ടാലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കാമല്ലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞാൻ വെച്ചത്. പക്ഷേ എന്നത്തെയും പോലെ എൻ്റെ കെട്ടിയും കഴിച്ചില്ല കേട്ടോ ചപ്പാത്തി. അത് വേറെ കാര്യം, ഞാൻ മാത്രം ഒരെണ്ണം അങ്ങോട്ട് കഴിച്ചു. എന്തായാലും ചപ്പാത്തിയല്ലേ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇന്ന് നല്ല ബീഫാണ് കേട്ടോ കിട്ടിയത്. അപ്പം നല്ല അടിപൊളി ബീഫാണ്. അപ്പോൾ ഞാൻ ബീഫ് വേഗം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇത്തിരി നേരം കഴിഞ്ഞിട്ട് അതിനെ ശരിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ചപ്പാത്തിക്കുള്ള പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ചപ്പാത്തി അധികം ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ, വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ എത്ര 1 2 3 4 5 6 ചപ്പാത്തി അങ്ങോട്ട് ഉണ്ടാക്കണമല്ലോ കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ പണി ഒതുക്കിയിട്ട് വേണം ബാക്കി പരിപാടികൾക്കൊക്കെ കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെയൊക്കെ ചപ്പാത്തിയൊക്കെ പൊള്ളപ്പിച്ചെടുക്കാറുണ്ട്. നല്ലതല്ലാന്നൊക്കെ ചിലവർ പറയണ കേൾക്കാറൊക്കെ ഉണ്ട്. എന്താവും എനിക്കറിയാൻ പാടില്ല ശരിക്കും എന്താണെന്നൊന്നും. അപ്പോൾ വേഗം പണി തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചപ്പാത്തിയുടെ പണി കഴിഞ്ഞിട്ട് വേഗം ചായയൊക്കെ വെച്ച് അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ എൻ്റെ ഹെയർ ആണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മുടി നല്ല കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ ഡെലിവറി കഴിഞ്ഞപ്പോൾ. അതിനുള്ള മെഡിസിനായിരുന്നു. അപ്പോൾ അതൊക്കെ തേച്ച് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഞാൻ വേഗം പോയി ഫ്രഷായി. ഇന്ന് ചേട്ടന് ഞാൻ വാങ്ങിക്കൊടുത്ത ഷർട്ടാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഒരു കലാപരിപാടി ഉണ്ട്. ചേട്ടൻ്റെ ഷർട്ടൊക്കെ എടുത്തിട്ട് ഞാൻ എടുത്തിടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞ രീതിയിൽ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നേരെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ തിരുമ്പാട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മുകളിലാണ്. അപ്പോൾ അവിടെ പോയി തിരുമ്പാട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മുടെ ബീഫിനെ കുക്കറിലേക്ക് തട്ടി കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അരി കഴുകി വെച്ചിട്ടുണ്ട്. ഈ ചോപ്പർ ഞാൻ തെറ്റി വന്ന ഒരു ചോപ്പറാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ റൈസിൻ്റെ ബൗളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വന്നത് ഈ ചോപ്പറാണ്. അതും 2 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ചോപ്പർ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളി അതിലിട്ടൊന്ന് നോക്കി. പക്ഷെ അത് ശരിയായില്ല. നമ്മൾ വിചാരിച്ച പോലെ ഇഞ്ചിയും വെളുത്തുള്ളി അതിൽ വരില്ല. അപ്പോൾ ഞാൻ അതിനടുത്ത് മിക്സിയിലേക്ക് പിന്നെയും തട്ടി കൊടുത്തു. പിന്നെ ഞാൻ വിട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ അതിൽ കുറച്ച് സബോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതിനെ ഞാൻ നമ്മുടെ സലാഡിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറക്റ്റ് പാകമായിട്ടാണ്, വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ കിട്ടി. അപ്പോൾ അതിലേക്ക് സലാഡിക്ക് കച്ചമ്പർ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആക്കി വേഗം അതൊന്ന് ഭാഗത്തേക്ക് ഒതുക്കി വെച്ച് ഇനി നമുക്ക് ബീഫ് വന്നിട്ടുണ്ട് കുക്കറിൽ പിസലടിച്ചിട്ട്. നല്ല ഭംഗി, എന്താ ഭംഗിയാണ്. ഇനി കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ എന്താവും എന്നൊക്കെ. നമുക്ക് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരെ എൻ്റെ വായിൽ നിന്ന് കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീഫൊക്കെ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ സെറ്റായോ എന്നൊക്കെ. അപ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കെട്ടിയവൻ ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പരിസരത്തൊന്നും കാണാമല്ലോ മൂപ്പരാളെ. അപ്പം ഞാൻ തിന്ന് നോക്കി. സാധാരണ ഇത് ചേട്ടനാണ് എടുത്ത് തരാറ്, ചേട്ടൻ അവിടെ ഇല്ലാത്ത കാരണം. അപ്പോൾ ഞാൻ പോയിട്ട് ചേട്ടൻ ചിലപ്പോൾ നനയ്ക്കായിരിക്കും. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എവിടെയാണെന്നുള്ളത്. അപ്പോൾ കുക്കറിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്ത്, സാധാരണ ഞങ്ങൾ കുക്കറിലാണ് കേട്ടോ ബിരിയാണിയൊക്കെ വയ്ക്കാറ്. കൂടുതലും കുക്കറിലാണ് വയ്ക്കാറ്. അപ്പോൾ വലിയ പണിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് നമ്മുടെ ഗാർണിഷുള്ള ഉള്ളിയൊക്കെ ഞാനൊന്ന് വേഗമാക്കിയിട്ടു. പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇനി എൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നതാണ് ബീഫ് ബിരിയാണി. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള
ചേരുവകളാണ് നിങ്ങൾ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഹൈറ്റ് ഇല്ലാത്തവരുടെ വലിയൊരു ബുദ്ധിമുട്ടാണ്, കുക്കറിക്ക് എത്തില്ല, കണ്ണ് കാണാൻ എത്തില്ല. ഈ കുക്കറാണ് കുറച്ച് ഹൈറ്റ് കൂടുതൽ, ഇത് 10 കിലോൻ്റെ കുക്കറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതിലേക്ക് എത്തില്ല. അപ്പോൾ ഞാനിതാ സ്റ്റൂളൊക്കെ ഇട്ട് നിന്നിട്ടാണ് എത്തിച്ച് ഒക്കെ ഇളക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഇത്തിരി കൂടുതലായ കാരണമാണ് ബുദ്ധിമുട്ട്. കുറവാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മുടെ സബോളയൊക്കെ വാങ്ങിട്ട് വന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് വാങ്ങിട്ട് വന്നതിന് ശേഷം ഇതാ എന്നിട്ട് ഇട്ട് കൊടുത്തു. ഞാൻ മല്ലി ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിന ഇല ഇല്ല തോന്നുന്നു, ഇവിടെ ഓർമ്മയില്ല, ഉണ്ടാണോ, ഉണ്ട് തോണ്ടില്ലേ, ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ നമ്മുടെ ബിരിയാണി മസാലയും പിന്നെ ചിക്കൻ മസാല അതിട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കി പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതിലിപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ഇത്ര കുറച്ച് ബിരിയാണിക്ക് എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഞാൻ ബീഫ് വേവിക്കുമ്പോൾ അത്യാവശ്യത്തിന് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചുള്ളത്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ എരിവൊക്കെ കൂടും. അപ്പോൾ ഇതാ ബീഫിൻ്റെ വേവിച്ച കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് തിളച്ചിട്ട് ഇതിനാവശ്യത്തിന് പാകത്തിനുള്ള വെള്ളം ആക്കിയിട്ട് എടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് നമ്മുടെ ബസുമതി റൈസ് തട്ടി കൊടുക്കാൻ. ബസുമതി റൈസ് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നേരെ ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഒരു ഫിസൽ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് നോക്കി വെക്കാം. ഇത് ഭാഗ്യപരീക്ഷണമെന്ന് പറയണം. ചില സമയത്ത് ചിലപ്പോൾ പ്ലേ ആവും, ചിലപ്പോൾ കറക്റ്റാവും, അങ്ങനെയൊക്കെ. ഇന്ന് എന്താവുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞു ചെടിയൊക്കെ നനച്ചു. പിന്നെ കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടു. എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കിച്ചൺ എപ്പോഴും നീറ്റായിട്ടിരിക്കണമെന്ന്. വേറെ എവിടെ നീറ്റില്ലെങ്കിലും കിച്ചൺ ഭയങ്കര നീറ്റാവണമെന്ന് എനിക്ക് വളരെ നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചേട്ടൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അപ്പം അലമ്പാക്കിയിട്ട്. അപ്പോൾ ഞാൻ നല്ല ചീത്ത ഇങ്ങനെ പറഞ്ഞോടി, ചെവിക്ക് ഒരു സൗകര്യം കൊടുക്കില്ല, അങ്ങനെ ഇതിട്ട് അതിട്ട് കേട്ടോ. അവസാനം കയ്യിൻ്റെ പൊന്നോ ഞാനത് ചെയ്തോളാം അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചേട്ടൻ ഇവിടെ പോയി, ഇത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നല്ല ഇതൊക്കെ ആക്കി വെറുതെ എപ്പോഴാണ് പിടിയിട്ടത്. ചേട്ടൻ ഞങ്ങൾക്കൊരു പറമ്പുണ്ട് മുല്ലശ്ശേരിയിൽ, അവിടേക്ക് പോയേക്കാണ് അച്ഛൻ്റെ കൂടെ. അപ്പോൾ ഇപ്പോഴും ഓർമ്മ വന്നേട്ടോ, ഇത് കുറച്ച് നാൾ മുമ്പത്തെ വീഡിയോ കാരണമാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് ചേട്ടൻ ഗൾഫിൽ പോകണായിട്ട് മുമ്പ് എടുത്ത് വെച്ച വീഡിയോ ആണ്. ഇപ്പോഴാണ് സാഹചര്യം ഒത്തു വന്നത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശിവ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ശിവനൊക്കെ വിളിച്ചിട്ടാട്ടോ വരുള്ളൂ ഇനി. അപ്പോൾ അങ്ങനെ ബീഫ് ബിരിയാണിയൊക്കെ സെറ്റായിട്ട് കേട്ടോ, കണ്ടില്ലേ വീഡിയോയിൽ. അതേപോലെ വൈകുന്നേരം എന്താ അതൊക്കെ കഴിക്കുകയൊക്കെ കഴിഞ്ഞു കേട്ടോ, അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അങ്ങനെ വൈകുന്നേരം ചായയും കൊള്ളി വറുത്തതും ക്രീം ബണ്ണൊക്കെ കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ്റെ വായ പുള്ളി. അപ്പോഴേ മനുഷ്യനോട് പറഞ്ഞത് ക്രീം ബണ്ണ് വാങ്ങിക്കൊണ്ടിരണ്ട, ക്രീം ബണ്ണല്ല മറ്റെന്തായിരുന്നു കൊള്ളി വറുത്തത് വാങ്ങിക്കൊണ്ടിരണ്ടെന്ന് പറയുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ വായപുള്ളി. അപ്പം അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ അച്ഛനും മോനും കൂടിയിട്ട് സൈക്കിൾ വിട്ട്. അച്ഛന് പറ്റിയ ഒരു വണ്ടിയാണിത്, ഏറ്റവും അച്ഛന് ഇരിക്കാൻ സുഖമുള്ള വണ്ടിയാണ്. അതുകൊണ്ട് അച്ഛനും മോനും ഇതിൽ കുറേ നേരം കുതിര കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം പറമ്പിലേക്ക് ഇറങ്ങി പറമ്പിൽ നനയ്ക്കാനും പിടിക്കാനൊക്കെ ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് പറമ്പ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നനയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറുത് തൊട്ടിൽ കിടന്നിട്ട് ഉറങ്ങുകയാണേ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കലാപരിപാടികൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.